പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനമാണ്. അതിപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെ ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ വീണു പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു അന്ധകാരാവസ്ഥയാണ്. നമ്മുടെ ആത്മാവിൻ്റെ അന്ധകാരാവസ്ഥയാണ് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെ ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് വളരണമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസം നമ്മുടെ ബുദ്ധിയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ പ്രാപിക്കാൻ പറ്റുന്നതല്ല. കാരണം സത്യദൈവത്തെ മനുഷ്യൻ്റെ ബുദ്ധിക്കും യുദ്ധിക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി. ഇതൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കെല്ലാം ഒരു ലിമിറ്റും പരിമിതികളുണ്ട്. എല്ലാ മനുഷ്യർക്കും പരിമിതികളുള്ളതാണ്. എന്നാൽ ദൈവത്തിന് ദൈവത്തിൻ്റെ പരിമിതി, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനം, ഇതിനൊന്നും പരിമിതിയില്ല. ദൈവം ആദ്യവും അന്തവുമാണ്, അല്ലേ? അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥത്തിൽ നമുക്ക് അറിവ് നമ്മളിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെ ആത്മാവ് ഇതിനെ ദൈവം നമുക്ക് നൽകിക്കൊണ്ടാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ, ദൈവസത്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിലൂടെയാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 17:3 വചനം ഇപ്രകാരം പറയാണ്: ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. കണ്ടോ, അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട, അപ്പോൾ അതെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം. നമുക്ക് ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനത്തിൽ നമ്മൾ വളരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ശക്തി പ്രാപിക്കുന്നതും വിശ്വാസം ദൃഢത പ്രാപിക്കുന്നതും വിശ്വാസം നമുക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് വളരാൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണവും വിശ്വാസത്തിൽ നമ്മൾ വീണു പോകുന്നതിൻ്റെ കാരണവും അതിൻ്റെ എല്ലാം വിശ്വാസം നമ്മൾ ശക്തി പ്രാപിക്കാത്തതിൻ്റെ കാരണം. അതുപോലെ തന്നെ നമ്മളിലൂടെ വിശ്വാസം പ്രസരിക്കാത്തത്, അല്ലെങ്കിൽ നമ്മളിലൂടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം ബേസ് എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അത് പ്രസരിക്കാതെ പോകുന്നത്. അപ്പം ഈ നമ്മുടെ ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. എന്നാൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിനെയും ആത്മാവിനെ നൽകിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, പ്രിയപ്പെട്ടവർ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വളരുവാനായിട്ട്, നമ്മുടെ വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കുവാണ്, നമ്മുടെ വിശ്വാസം പ്രസരിപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ.
അത് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഹൃദയത്തെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ദാഹിക്കണം. നമ്മൾ എത്രമാത്രം ദാഹിക്കുന്നു, ആ ദാഹിക്കുന്നവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ദാഹമുണ്ടോ അത്രമാത്രം നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവും അതുപോലെ ദൈവത്തെക്കുറിച്ച് ജ്ഞാനവും എല്ലാം തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകുവാനായിട്ട്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ നമ്മളിൽ തുറക്കുവാനായിട്ട് പ്രിയപ്പെട്ടവർ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.